നെക്സ്റ്റ് ചാപ്റ്റർ 5 and 6 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യരുടെ സാമൂഹ്യ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള ചിട്ടയായ നിരീക്ഷണ രീതി സമൂഹശാസ്ത്ര ഗവേഷണം. മനുഷ്യരുടെ സാമൂഹ്യ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള ചിട്ടയായ നിരീക്ഷണ രീതി സമൂഹശാസ്ത്ര ഗവേഷണം. മുൻവിധികളില്ലാത്ത നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയ സമീപനം വസ്തുനിഷ്ഠത. മുൻവിധികളില്ലാത്ത നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയ സമീപനം വസ്തുനിഷ്ഠത. ഒരു ഗവേഷകൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്ന പ്രക്രിയ പ്രമാണവൽക്കരണം. ഒരു ഗവേഷകൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്ന പ്രക്രിയ പ്രമാണവൽക്കരണം. പ്രധാന ഫീൽഡ് വർക്ക് രീതികൾ: നിരീക്ഷണം, പങ്കാളിത്ത നിരീക്ഷണം, സർവേ, അഭിമുഖം. ഏതൊക്കെയാണ് ഫീൽഡ് വർക്ക് രീതികൾ? നിരീക്ഷണം, പങ്കാളിത്ത നിരീക്ഷണം, സർവേ, അഭിമുഖം. സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ഫൂട്ട്റൈറ്റ്. സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ഫൂട്ട് വൈറ്റ്. സർവേയിൽ വിവരശേഖരണത്തിനായി തിരഞ്ഞെടുക്കുന്ന ജനങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. പ്രതികർത്താക്കൾ. വൈവിധ്യം പുലർത്തുന്ന സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന രീതി സ്തരിത സാമ്പിളിംഗ്. വൈവിധ്യം പുലർത്തുന്ന സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന രീതി സ്തരിത സാമ്പിളിംഗ്. ഫീൽഡ് വർക്കിൻ്റെ ഉപജ്ഞാതാവ് ബ്രോണിസ്ലോ മലിനോവ്സ്കി. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലോകപ്രശസ്തരായ ചില നരവംശ ശാസ്ത്രജ്ഞരും അവർ പഠനം നടത്തിയ സ്ഥലവുമാണ്. റാഡ്ക്ലിഫ് ബ്രൗൺ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് പഠനം നടത്തിയത്. ഇവാൻ പ്രിച്ചാർഡ് സുഡാനിലെ ന്യൂവറിലാണ് പഠനം നടത്തിയത്. ഫ്രാൻസ് ബോസ് വിവിധ അമേരിക്കൻ ഗോത്രങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. പഠനം നടത്തിയത്. മാർഗരറ്റ് മീഡ് പഠനം നടത്തിയ സ്ഥലം സമോവ. ക്ലിഫോർഡ് ഗിർട്സ് ബാലി. നെക്സ്റ്റ്, ഒരു രാജ്യത്തെ അല്ലെങ്കിൽ പ്രദേശത്തെ എല്ലാ മനുഷ്യരെയും സംബന്ധിച്ച സമഗ്ര വിവരങ്ങൾ ശേഖരിക്കുന്ന പഠനരീതി സെൻസസ് അല്ലെങ്കിൽ ജനസംഖ്യാ കണക്കെടുപ്പ് അല്ലെങ്കിൽ കനേഷുമാരി. ഒരു രാജ്യത്തെ അല്ലെങ്കിൽ പ്രദേശത്തെ എല്ലാ മനുഷ്യരെയും സംബന്ധിച്ച സമഗ്ര വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി കനേഷുമാരി അല്ലെങ്കിൽ സെൻസസ്. തലമുറകളെക്കുറിച്ചുള്ള പഠനം. തലമുറകളായി ഒരു കുടുംബത്തിൻ്റെ ബന്ധുത്വ തുടർച്ചയെ സൂചിപ്പിക്കുന്ന വംശവൃക്ഷ രൂപരേഖ ജെനിയലോളജി. നെക്സ്റ്റ്, ഗവേഷണ മാതൃകയിലോ ഗവേഷണ രീതികളുടെ അവലംബത്തിലോ വന്നു ചേരുന്ന തെറ്റുകൾ നിമിത്തം സർവേയിൽ കടന്നുകൂടുന്ന പിശകുകളെ പറയുന്ന പേരാണ് സാമ്പിളിംഗേതര പിശക്. ഗവേഷണ മാതൃകയിലോ ഗവേഷണ രീതികളുടെ അവലംബത്തിലോ വന്നു ചേരുന്ന തെറ്റുകൾ നിമിത്തം സർവേയിൽ കടന്നുവരുന്ന പിശകുകളാണ് സാമ്പിളിംഗേതര പിശക്. സാമൂഹ്യ സർവേക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന മൊത്തം ജനസംഖ്യയെ പറയുന്നത് സമഷ്ടി. സാമൂഹ്യ സർവേക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന മൊത്തം ജനസംഖ്യ സമഷ്ടി. സാമൂഹ്യ സർവേ അഥവാ അഭിമുഖത്തിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ പട്ടിക ചോദ്യാവലി. അപ്പോൾ ചോദ്യങ്ങൾ മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ പട്ടിക ചോദ്യാവലി. ഒരു വലിയ യൂണിറ്റിൽ നിന്ന്, അതായത് സമൂഹം അല്ലെങ്കിൽ ജനസംഖ്യ, ആകസ്മികമായി തിരഞ്ഞെടുക്കപ്പെടാൻ എല്ലാ പ്രതികർത്താക്കൾക്കും തുല്യ സാധ്യത ഉറപ്പുവരുത്തുന്ന രീതി യാദൃച്ഛികവൽക്കരണം. എല്ലാവർക്കും തുല്യ സാധ്യത ഉറപ്പുവരുത്തുന്ന രീതി, ആകസ്മികമായി തിരഞ്ഞെടുക്കപ്പെടാൻ എല്ലാ പ്രതികർത്താക്കൾക്കും തുല്യ സാധ്യത ഉറപ്പുവരുത്തുന്ന രീതി യാദൃച്ഛികവൽക്കരണം. ദെൻ ഒരു കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കപ്പെടാനുള്ള തുല്യമായ അവസരം സംഭവ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി. ഒരു കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കപ്പെടാനുള്ള തുല്യമായ അവസരം സംഭവ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി. സ്വയം നിരീക്ഷിക്കാനും വിലയിരുത്താനും ഗവേഷകനുള്ള കഴിവ് പ്രതിപദനം. സ്വയം നിരീക്ഷിക്കാനും വിലയിരുത്താനും ഗവേഷകനുള്ള കഴിവ് പ്രതിപദനം. ഒരു ജനസംഖ്യ അല്ലെങ്കിൽ സംഘത്തിൻ്റെ പ്രത്യേകതകളുടെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ചെറിയ വിഭാഗം
ഒരു ജനസംഖ്യ ഒരു സംഘത്തിൻ്റെ പ്രത്യേകതകളുടെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ചെറിയ ഭാഗം, സാമ്പിൾ. അപ്പോൾ മൊത്തം ജനസംഖ്യയിലെ ഒരു ചെറിയ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിൾ. ഇനി ഒരു വലിയ ഗ്രൂപ്പിൽ നിന്ന് സാമ്പിൾ തിരഞ്ഞെടുക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ സംഭവിക്കും. ഈ വ്യത്യാസങ്ങളെ സാമ്പിളിംഗ് പിശക് എന്ന് പറയുന്നു. ഒരു വലിയ ഗ്രൂപ്പിൽ നിന്ന് സാമ്പിൾ തിരഞ്ഞെടുക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ സംഭവിക്കും. ഈ വ്യത്യാസങ്ങളെ സാമ്പിളിംഗ് പിശക് എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമൂഹത്തിലെ ഉയർന്ന വിഭാഗങ്ങൾ അനുഭവിക്കുന്ന 3 തരത്തിലുള്ള ആനുകൂല്യങ്ങൾ. ജീവിതാവസരങ്ങൾ, സാമൂഹിക പദവി, രാഷ്ട്രീയ സ്വാധീനം. ഏതൊക്കെയാണ് 3 ആനുകൂല്യങ്ങൾ? ജീവിതാവസരങ്ങൾ, സാമൂഹിക പദവി, രാഷ്ട്രീയ സ്വാധീനം. സമൂഹത്തിലെ ഉയർന്ന വിഭാഗങ്ങൾ അനുഭവിക്കുന്ന 3 തരത്തിലുള്ള ആനുകൂല്യങ്ങൾ. ജീവിതാവസരങ്ങൾ, സാമൂഹിക പദവി, രാഷ്ട്രീയ സ്വാധീനം. സംഘടനാവാദ വീക്ഷണം, കാൾ മാർക്സ്. സംഘടനാവാദ വീക്ഷണം, കാൾ മാർക്സ്. നിർവഹണവാദ വീക്ഷണം, എമൈൽ ദുർഖി. നിർവഹണവാദ വീക്ഷണം, എമൈൽ ദുർഖി. ഏകതയുടെ ഐക്യം, യാന്ത്രിക ഐക്യദാർഢ്യം. ഏകതയുടെ ഐക്യം എന്നറിയപ്പെടുന്നത് യാന്ത്രിക ഐക്യദാർഢ്യം. വ്യത്യസ്തതയുടെ ഐക്യം, ജൈവിക ഐക്യദാർഢ്യം. വ്യത്യസ്തതയുടെ ഐക്യം, ജൈവിക ഐക്യദാർഢ്യം. അന്യവൽക്കരണത്തിൻ്റെ ഉപജ്ഞാതാവ് കാൾ മാർക്സ്. അന്യവൽക്കരണത്തിൻ്റെ ഉപജ്ഞാതാവ് കാൾ മാർക്സ്.